ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഇപ്പം രാവിലെ 6 മണി ആയിട്ടുണ്ട്. ലഞ്ച് ബോക്സ് കൊടുത്തു വിടാനുള്ള പ്രിപ്പറേഷനാണ് ഞാൻ. ഹസ്ബൻഡിന് കൊടുത്തു വിടണം. പിള്ളേർക്ക് ക്രിസ്മസ് എക്സാം ആയതുകൊണ്ട് അവർക്ക് വേണ്ട. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ വാഴക്കുലയാണ്. ചെറിയൊരു വാഴക്കുലയാണ്, കൂമ്പില്ലാക്കണ്ണൻ. അപ്പം ഈ തലേദിവസത്തെ കാറ്റിൽ വാഴ ഒടിഞ്ഞു വീണായിരുന്നു. അപ്പം ഞാൻ ചെന്ന് തോരൻ എടുക്കാമല്ലോ എന്ന് കരുതി ഞാൻ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കുകയാണ്. തൊലി നന്നായിട്ടങ്ങ് കളയണമെന്നില്ല, കുറച്ച് അതിനകത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അപ്പം ഞാനെല്ലാം മൊത്തം അരിഞ്ഞെടുക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണം, ഉച്ചയ്ക്കത്തേക്ക് ലഞ്ച് കൊടുത്തു വിടണം. ആകെപ്പാട് ഭയങ്കര തിരക്കിലാണ്. എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. രാവിലെ ആകുമ്പം ഒരു യുദ്ധമായിരിക്കും അടുക്കളയിൽ. ഞാൻ വാഴയ്ക്ക് മൊത്തം അരിഞ്ഞെടുത്തു. ഇനി തേങ്ങ എടുക്കണം. ഒരു കൈപ്പിടി തേങ്ങ നമുക്ക് തിരികെ എടുക്കണം. എന്നിട്ട് ഒരു നുള്ളി ജീരകം, ഒരു 5-6 ചുവന്നുള്ളി, 2 പച്ചമുളക്, പിന്നെ 2-3 വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കണം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കണം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒറ്റക്കറക്ക് കറക്കിയാൽ മതി. ഇനി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായിട്ട് കടുക് പൊട്ടിക്കണം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. വാഴയ്ക്കെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് ഒന്നുകൂടെ ഇളക്കാം. എല്ലാം ഇളക്കി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ആ ഉപ്പും എണ്ണയും വാഴയ്ക്കയിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം തീരെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റുകയും ചെയ്യും, വാഴയ്ക്ക വേവത്തില്ല, അടിക്ക് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഒരു പകുതി വേവായിട്ടുണ്ട്, വെള്ളം പറ്റിയിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അടിഭാഗത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. ഒരു 5 മിനിറ്റ് ആകുമ്പം അരപ്പം വേവും, നമ്മളെ വാഴയ്ക്കായും വെന്ത് കിട്ടും. നമ്മൾ മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് അടിയിലൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞ് പിടിക്കും. കരിഞ്ഞ് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ട്, ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ വേണ്ടിയാണ്. വാഴയ്ക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം നേരം നമുക്ക് തുറന്ന് വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് ഇനി മൂടി വെച്ചാൽ മതി, അല്ലെങ്കിൽ ഈർപ്പം നിന്നിട്ട് തോരൻ പെട്ടെന്ന് ചീത്തയായിപ്പോവും. എനിക്കിത് രാത്രിയിലേക്കും വേണ്ട തോരനാണ്. അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ രാത്രിയിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. നമ്മൾ ഇടയ്ക്ക് ചൂടാക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഞാൻ ദോശ ചുടട്ടെ. അപ്പം സമയം 8:30 ആയിട്ടുണ്ട്. ദോശയുടെ കൂടെ ഞാൻ വെള്ളച്ചമ്മന്തി അരച്ചിട്ടുണ്ട്. എൻ്റെ പച്ചമുളകും ചുവന്നുള്ളിയും ഉപ്പും ഇട്ട് അരച്ചിട്ട് കടുക് താളിച്ച് ചൂടാക്കി എടുത്തതാണ് ചമ്മന്തി. ഇത് ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ അടിപൊളി കേട്ടോ ചമ്മന്തി. നല്ല കുറുക്കി എടുത്തിട്ടുണ്ട് വെച്ചാൽ അധികം വെള്ളം ചേർക്കാതെ. ഇനി ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ചോറിട്ട് കൊടുക്കുകയാണ്. ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വാഴയ്ക്കത്തോരനും വെച്ച് കൊടുക്കണം. വാഴയ്ക്കത്തോരനും വെച്ചിട്ട് ഞാൻ മുരിങ്ങയ്ക്ക തോരൻ വെച്ചിട്ടുണ്ട്. മുരിങ്ങയ്ക്ക മാത്രം ഇട്ട് തോരൻ വെച്ചതാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതും വെച്ച് കൊടുത്തു. ഇനി ചിക്കൻ വറുത്തത് വെച്ച് കൊടുക്കണം, അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചമ്മന്തിപ്പൊടിയും വെച്ച് കൊടുക്കാം. അച്ചാർ ഞാൻ വെക്കുന്നില്ല, പുള്ളിക്ക് ആസിഡിറ്റി ഉള്ളതുകൊണ്ട് വെക്കുന്നില്ല. എന്നിട്ട് ഞാനൊരു സ്പൂൺ കൊണ്ട് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയാണ്, കൂടിക്കളരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ താങ്ക്